കനത്ത കാറ്റിലും മഴയിലും മലപ്പുറം പരപ്പനങ്ങാടിയിൽ വ്യാപക നാശനഷ്ടം. മരം വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. സമീർ, പരപ്പനങ്ങാടിയുടെ ഏത് ഭാഗത്താണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്? ആർക്കെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? സമീർ, വിവരങ്ങൾ എന്തൊക്കെ? ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇതൊരു സ്കൂൾ കെട്ടിടം പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത്. കനത്ത കാറ്റിലും മഴയിലുമാണ് മലപ്പുറം പരപ്പനങ്ങാടിയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. മരം വീണാണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. സമീർ, അപകടമുണ്ടോ ആർക്കെങ്കിലും? ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഒരു സ്കൂൾ ദൃശ്യങ്ങൾ പോലെയാണ് മനസ്സിലാകുന്നത്. എവിടെയാണിത്? ജിക്ക് നിലവിൽ ആളപായം സംഭവിച്ചിട്ടില്ല. പരപ്പനങ്ങാടിയിൽ വിവിധയിടങ്ങളിലാണ് സമാനമായ രീതിയിൽ കാറ്റും മഴയും ഉണ്ടായതിനെ തുടർന്ന് വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പരപ്പനങ്ങാടി കോട്ടന്തല LP സ്കൂളാണ്. ഈ സ്കൂളിന്റെ മേൽക്കൂരയടക്കം തകർന്നു വീണ ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. സമാനമായ രീതിയിൽ നിരവധി വീടുകൾക്ക് മുകളിലും മരം വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ വീടുകളൊക്കെ തന്നെ ഭാഗികമായി തകർന്ന നിലയിലാണ്. മാത്രമല്ല നിരവധി ഈ ഇലക്ട്രിക് പോസ്റ്റുകളും ഒക്കെ തന്നെ തകർന്ന നിലയിലാണ്. വൈദ്യുതി ബന്ധമൊക്കെ തന്നെ താറുമാറായ സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. പക്ഷേ ആളപായമോ മറ്റു പ്രശ്നങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി, സമീർ ബിൻ കരീം ആണ് വിവരങ്ങൾ നൽകിയത്. ഇത് പരപ്പനങ്ങാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മരം വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. LP സ്കൂളിലെ മുകളിലെ ഓടുമേഞ്ഞ സ്കൂൾ, അവിടെ ആ ഓടുകളെല്ലാം പൊട്ടി മേൽക്കൂര തകർന്ന നിലയിലാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. സ്കൂളിന്റെ മേൽക്കൂര തകർന്നിരിക്കുന്നു. സമീർ ബിൻ കരീം ആണ് വിശദാംശങ്ങൾ നൽകിയത്.